ഇങ്ങനെ കളിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അറിയില്ലേ? അപ്പൊ അതേ ഷേപ്പില് എല്ലാവർക്കും A4 കൊടുത്തിട്ട് ആ A4 മടക്കി എടുക്കുക. ഓരോരുത്തർക്കും ഒരു A4 കൊടുക്കുക, A4 പേപ്പർ കൊടുക്കുക. അതിങ്ങനെ മടക്കി എടുത്തിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ അവരുടെ പേര് എഴുതണം. എന്നിട്ട് നമ്മൾ സർക്കിളിൽ ഇരിക്കണം. പേരെഴുതിയിട്ട് നമ്മൾ ഈ പേപ്പർ അടുത്ത ആൾക്ക് പാസ് ചെയ്യുക, അക്കോർഡിയൻ അടുത്ത ആൾക്ക് പാസ് ചെയ്യാണ്. അയാള് മേലെ പേരുള്ള ആളെ കുറിച്ച് പോസിറ്റീവ് എഴുതണം ഇത്. എന്നിട്ട് പാസ് ചെയ്ത് വരണം. അവസാനം എന്റെ പേപ്പർ എന്റെ കയ്യിലേക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഞാനത് ശ്രദ്ധയോടുകൂടി വായിക്കും, റെസ്പെക്റ്റോടുകൂടി വായിക്കും. അപ്പൊ വേറെ ഒന്നും അവർ എഴുതാൻ പാടില്ല, ഫോൺ നമ്പർ എഴുതാൻ പാടില്ല, സൈൻ ചെയ്യാൻ പാടില്ല, ആരാ എഴുതിയെന്ന് മനസ്സിലാവരുത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാല്, ഞാൻ ഉള്ളത് പറഞ്ഞാൽ കേരളത്തിലെ കോണ്ടെക്സ്റ്റില് സ്വന്തം പേരൻസ് പോലും കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു നല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് ഒരു കൂട്ടം നന്മ ആ കൊച്ചിനെ കുറിച്ച്, ആ കൊച്ചിന്റെ കൂടെ 3 ഡേ ക്യാമ്പ് അല്ലെ 4 ഡേ ക്യാമ്പ് കൂടി കുട്ടികൾ എഴുതുകയാണ്, അല്ലെ റിസോഴ്സ് പേഴ്സൺസ് എഴുതുകയാണ്. ദേ വാല്യൂ ഇറ്റ്. പേരെഴുതില്ല, മോന്റെ പേര് ഏറ്റവും മുകളിൽ എഴുതുന്നു. അത് എഴുതുന്നത് ആരുടെ പേപ്പർ ആയിട്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം. വേറെ ആരും പേരെഴുതില്ല. ദേ വിൽ ഓൺലി റൈറ്റ് പോസിറ്റീവ് റിമാർക്സ്. എന്നെ അത്ഭുതപ്പെടുത്തിയത് 11 വർഷത്തിന് ശേഷം പണ്ട് എഴുതിയ പേപ്പറുമായിട്ട് എന്നെ ഒരാൾ സമീപിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഫോർ 11 years the person valued it എന്നല്ലേ. ഒരാൾ അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഓട്ടോഗ്രാഫ് സ്കൂളിൽ നിന്ന് പിരിയാൻ നേരത്ത് നിങ്ങളുള്ള സാർ എന്റെ അടുത്ത് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ട്. ഇതേപോലെ സമ്മാനങ്ങൾ ഞാൻ ക്യാഷ് പ്രൈസ് കൊടുക്കും ഇടയ്ക്ക്. അപ്പൊ കൊടുക്കുമ്പോ ഞാൻ പറയാം അവരോട്, ഇത് ചെലവാക്കരുത്, നിനക്ക് +2 അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാവുന്ന വരെ പറ്റുമെങ്കിൽ ഇത് സൂക്ഷിക്കണം, വീട്ടിൽ ഗതി ഇല്ലാതായാൽ എടുത്ത് ചെലവാക്കിക്കും, ഇല്ലെങ്കിൽ ചെലവാക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്നറിയാം? ഈ അടുത്ത കാലത്ത് പൂനെന്ന് എനിക്കൊരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ, ദ 100 rupee note you gave in 2015 is still with me. 2024 വിളിച്ച 9 വർഷം മുൻപ് ഫാദർ തന്ന 100 രൂപ നോട്ട് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങളും പിള്ളേര് സൂക്ഷിച്ചു വെക്കുന്നത് വളരെ വളരെ വിലയോടുകൂടിയാണ്.